തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പുതുച്ചേരിയിലുമെല്ലാം മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഒന്നുമായില്ല, എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ കാഴ്ച. RCയും VDയും KCയുമെല്ലാം ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലുമെല്ലാം കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിനൊപ്പം മാരത്തോൺ ചർച്ചയാണ് നടത്തിയത്. 3 പേരും അല്പം പോലും പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. 3 പേർക്കും മുഖ്യമന്ത്രിയാകണം. പ്രത്യേകിച്ചും VD സതീശൻ പറയുന്നത് അദ്ദേഹത്തിന് 5 വർഷമായി ഈ നാട്ടിൽ, അതായത് കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ മികവ് മൂലമാണ് ഇത്തവണ UDFന് 102 സീറ്റുകൾ കിട്ടിയതെന്ന്. അതിനുമപ്പുറം തനിക്ക് വലിയ തരത്തിലുള്ള പരിചയസമ്പത്തുണ്ടെന്നും മാത്രവുമല്ല ഇനിയൊരവസരമുണ്ടാകാൻ സാധ്യതയില്ലെന്നും രമേശ് ചെന്നിത്തല വാദിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലും ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നും തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ കഴിഞ്ഞുവെന്നും അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് താനാണെന്നും KC വേണുഗോപാലും വാദിക്കുന്നു. ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾ തന്നെയായിരുന്നു 3 പേരും ഹൈക്കമാൻഡിന് മുന്നിൽ പറഞ്ഞു വച്ചത്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കാതെ പിന്നീട് അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കാം. അത് ആർക്കനുകൂലമാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. എന്നാൽ നല്ല ഒരു കാര്യം ഇവർ തീരുമാനിച്ചു. ഇനി തെരുവിൽ അനുയായികൾ ഇറങ്ങില്ല, ആർക്കും വേണ്ടി പോർവിളികൾ നടത്തില്ല. തെരുവിൽ ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നതിൽ നിന്ന് പിന്തിരിയുവാനും തീരുമാനിച്ചിരിക്കുന്നു. മാത്രവുമല്ല, KPCC ആസ്ഥാനത്തും കവലകളിലും വെച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ നേതാക്കന്മാരുടെ നിർദ്ദേശം വന്ന ഉടൻ തന്നെ എടുത്തു മാറ്റി. എന്തായാലും നല്ലൊരു വിപ്ലവം തന്നെയാണത്, അല്ലെങ്കിൽ നല്ല ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ 102 സീറ്റുകൾ നൽകിയ ജനം കാത്തിരിക്കുന്നുണ്ട് ആരാണ് മുഖ്യമന്ത്രിയാകും എന്നുള്ള വിവരം അറിയുന്നതിന് വേണ്ടി. വലിയ ഉത്കണ്ഠയോടുകൂടിയാണ് 3 മണിക്കൂർ സമയവും കേരള ജനത കാത്തിരുന്നത്. പ്രത്യേകിച്ചും ആര് മുഖ്യമന്ത്രിയാകും, എങ്ങനെയായിരിക്കും ആ തീരുമാനങ്ങൾ എന്നറിയാൻ. പക്ഷേ ഒന്നും എത്തിയില്ല, ഒരു തീരുമാനവും ആയില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ അവകാശവാദങ്ങളുണ്ട്. ഈ അവകാശവാദങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തമായൊരു തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിനും കഴിയുന്നില്ല. എന്തായാലും തീരുമാനം ഇനി 2 പേരിൽ ഒതുങ്ങും എന്ന് പ്രതീക്ഷിക്കാം. അതായത് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും. ഹൈക്കമാൻഡിനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന നേതാക്കളെല്ലാം ഒരുമിച്ചായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. അതിൽ ഭിന്നതയില്ലായിരുന്നു. ഒരുമിച്ചാണ് അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തെരുവിലെ പ്രകടനങ്ങൾക്ക് എതിരെയായിരുന്നു. പിന്നീട് ഫ്ലക്സ് ബോർഡുകൾ പിൻവലിക്കണം അല്ലെങ്കിൽ മാറ്റണമെന്നും. എന്തായാലും അതേപടി അവരുടെ അനുയായികൾ അത് അനുസരിച്ചു, ബോർഡുകൾ മാറ്റി. നാളെ ഒരു പക്ഷേ പ്രകടനത്തിനും, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ഒരു പക്ഷേ പ്രകടനത്തിനും സാധ്യതയുണ്ടാവില്ല. എങ്കിലും എന്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലെത്താൻ ഇങ്ങനെ വൈകുന്നത്? അത് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി, ഘടകകക്ഷികൾക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം കൂടി കണക്കിലെടുത്ത് വേണം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്തിച്ചേരാൻ. സമവായം എന്ന നിലയ്ക്ക് ടേം വ്യവസ്ഥ അല്ലെങ്കിൽ തവണ വ്യവസ്ഥ കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊരു സംശയവും ഉണ്ടായിരുന്നു. എന്തായാലും നേതാക്കളെല്ലാം നിറച്ചിരിയുമായാണ് പുറത്തേക്ക് വന്നത്. ഒപ്പം മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവച്ചതും. എല്ലാവരും കേരളത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കാത്തിരിപ്പിൻ്റെ നാളുകളാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കുക. പശ്ചിമ ബംഗാളിൽ ഏകപക്ഷീയമായ ഒരു വിജയമാണ് BJP നേടിയത്. വളരെ എളുപ്പത്തിൽ തന്നെ അവർ അവരുടെ നേതാവിനെ കണ്ടെത്തി. തമിഴ്നാട്ടിലാകട്ടെ TVKക്ക് അല്ലെങ്കിൽ തമിഴ് വെട്രിക്കഴകത്തിന് കൃത്യമായ ഭൂരിപക്ഷമില്ലായിരുന്നു. ഒപ്പം നിർത്തുന്ന ആളുകളെ കണ്ടെത്താൻ വലിയ ചർച്ചകൾ നടത്തി, വാദപ്രതിവാദങ്ങൾ നടത്തി. ഗവർണർ വഴങ്ങിയില്ല. അവസാനം സത്യപ്രതിജ്ഞയുടെ തീയതി വരെ നിശ്ചയിച്ചു. അതിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാൻ പോലും വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത നേതാവിന് അല്ലെങ്കിൽ സിനിമാ നടന് കഴിഞ്ഞിരിക്കുന്നു.
പക്ഷേ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പരിചയസമ്പന്നരുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ചേരാൻ, ഒറ്റ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒറ്റ പേരിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി LDF ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. അന്നൊന്നും കേൾവിയില്ലാത്ത കാര്യങ്ങളിലേക്കാണ് വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ UDFും കോൺഗ്രസും പോകുന്നത്. ഇതൊരു നല്ല രാഷ്ട്രീയമാണോ? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. വോട്ട് ചെയ്ത ജനങ്ങളെ മറന്നിട്ട് അധികാരത്തിന് വേണ്ടിയുള്ള ഇത്തരം തർക്കങ്ങൾ ഭൂഷണമാണോ? അതാണ് മറ്റൊരു ചോദ്യം. എന്തായാലും ഇതിനൊക്കെ മറുപടി വലിയ താമസമില്ലാതെ പ്രതീക്ഷിക്കാം.